നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ 39-ാം ഭാഗത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് അതിബുദ്ധിമാനായ വിക്രമാദിത്യനും ഭട്ടിയും അതിസാഹസികമായ ഒരു ദൗത്യത്തിന് ഒരുങ്ങുന്നു എന്നു വരെയാണ്. പിറ്റേന്ന് തന്നെ വിക്രമാദിത്യനും ഭട്ടിയും നാഗപുരം രാജാവിൻ്റെ കൊട്ടാരത്തിന് മുന്നിലെത്തി. അദൃശ്യനായി വേതാളവും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഉടനെ ഒരു കണക്കപ്പിള്ള വന്ന് വിക്രമാദിത്യനെയും ഭട്ടിയെയും വേഗം അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വിക്രമാദിത്യനും വേതാളവും വന്നതിൻ്റെ ആഗമന ഉദ്ദേശം വ്യക്തമാക്കിയപ്പോൾ ഉടനെ കണക്കപ്പിള്ള ചോദിച്ചു, 1000 പണം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉവ്വ് എന്ന് പറഞ്ഞ് ഉടനെ ഭട്ടി അയാൾക്ക് പണം കൊടുത്തു. അയാൾ അത് എണ്ണി തിട്ടപ്പെടുത്തുന്ന നേരത്ത് തടിയനായൊരു സേവകൻ 2 പാത്രങ്ങളിൽ ഭക്ഷണം കൊണ്ടെന്ന് വച്ചിട്ട് വേഗം അപ്രത്യക്ഷനായി. വെന്ത ചോറും വേവാത്ത ചോറുമായിരുന്നു ആ പാത്രങ്ങളിൽ. തൊലി കളഞ്ഞ പഴവും തൊലിയോടൊപ്പമുള്ള പഴവും മറ്റ് 2 തളികകളിൽ ഉണ്ടായിരുന്നു. വേഗം വിക്രമാദിത്യൻ വെന്ത ചോറും തൊലി കളഞ്ഞ പഴവും കഴിച്ചു. അതിനുശേഷം വേകാത്ത ചോറും തൊലിയോടൊപ്പമുള്ള പഴവും ഒരു വിധത്തിൽ വളരെ വിഷമത്തോടെ വിക്രമാദിത്യൻ കഴിക്കുന്നതായി കണക്കപ്പിള്ളയുടെ മുന്നിൽ അഭിനയിച്ചെങ്കിലും വളരെ കൗശലത്തോടെ ആ വേവാത്ത ചോറും തൊലി കളയാത്ത പഴവും അദൃശ്യനായി വേതാളത്തെ കൊണ്ട് അങ്ങോട്ട് മാറ്റിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ഭക്ഷണത്തിന് ശേഷം വിക്രമാദിത്യൻ കണക്കപ്പിള്ളയോട് ചോദിച്ചു. ഇനി ആദ്യത്തെ വാതിൽ വഴി അകത്തേക്ക് കടക്കുക എന്ന് കണക്കപ്പിള്ള പറഞ്ഞു. വിക്രമാദിത്യൻ വാതിൽ തുറക്കാൻ വിഷമിക്കുന്നതായി അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വാതിലൊന്ന് തുറന്നു തരണം എന്ന് പറഞ്ഞു. ഉടനെ ആ കണക്കപ്പിള്ള മുന്നോട്ട് വന്ന് ആ വാതിൽ തള്ളി തുറന്നു. അകത്ത് നല്ല ഇരുട്ടായിരുന്നു. വിക്രമാദിത്യൻ ആ ഇരുട്ടിലേക്ക് ഒന്ന് നോക്കി. അവിടെ ഒരു നിമിഷം അങ്ങോട്ട് നിന്നു. കടന്ന് ചെല്ലടോ വേഗം എന്ന് കണക്കപ്പിള്ള ഒരു പുച്ഛച്ചിരിയോടെ പറഞ്ഞു. അടുത്ത നിമിഷം പിന്നിൽ നിന്ന് ഭട്ടി കണക്കപ്പിള്ളയെ ഒറ്റ ഉന്തിന് ആ ഇരുട്ടിലേക്ക് അങ്ങോട്ട് തള്ളിയിട്ടു. അപ്പോഴേക്കും 3 സാലഭഞ്ചികകൾ വന്ന് അയാളെ പിടിച്ച് പീഠത്തിലിരുത്തി തല മുണ്ടനം ചെയ്യാൻ തുടങ്ങി. കണക്കപ്പിള്ളയുടെ നിലവിളിയും സാലഭഞ്ചികകളുടെ ബഹളവും ഒരു വശത്ത് നടന്നപ്പോൾ വിക്രമാദിത്യനും ഭട്ടിയും ആ തക്കം നോക്കി ആ മുറിയിലൂടെ നടന്ന് 2ാമത്തെ വാതിക്കലെത്തി. ഒടുവിൽ ബഹളം കേട്ട് തടിയൻ സേവകൻ ഓടി വന്നു. അപ്പോഴേക്കും കണക്കപ്പിള്ളയുടെ തല മിനുസപ്പെട്ട് കഴിഞ്ഞിരുന്നു. 2ാമത്തെ വാതിക്കൽ എത്തി നിന്ന വിക്രമാദിത്യന് നേരെ ആ തടിയൻ സേവകൻ അങ്ങോട്ട് കുതിച്ചു ചെന്നു. അപ്പോഴേക്കും ഭട്ടി ആ വാതിൽ തുറന്നു കഴിഞ്ഞിരുന്നു. തടിയൻ നേരെ ചെന്ന് വീണത് ആ മുറിയിലായി കാത്തു നിൽക്കുന്ന 2 മല്ലന്മാരുടെ മുന്നിലേക്കായിരുന്നു. മല്ലന്മാർ ഇരുവരും തടിയനായ സേവകനെ എടുത്ത് ശരിക്കും അങ്ങോട്ട് പെരുമാറിയ നേരത്ത് വിക്രമാദിത്യനും ഭട്ടിയും ആ മുറിയിലൂടെ മിന്നൽ വേഗത്തിൽ അപ്പുറം കടന്ന് 3ാം വാതിൽ തുറന്നു. നേരെ മുന്നിൽ ഒരു കരിങ്കുരങ്ങ് പല്ലിളിച്ച് നിൽക്കുന്നത് അവർ കണ്ടു. ഒരു നിമിഷം ഇരുവരും അനങ്ങാതെ അതിനെ നോക്കി നിന്നു. ഉടനെ ഭട്ടി അദൃശ്യനായ വേതാളത്തിൻ്റെ കയ്യിലിരുന്ന തൊലി കളയാത്ത ഒരു പഴം വാങ്ങി ആ കരിങ്കുരങ്ങൻ്റെ മുന്നിലേക്ക് ഇട്ടു. പക്ഷേ കരിങ്കുരങ്ങ് അനങ്ങിയില്ല. അത് വെറും ഒരു പ്രതിമയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. വെറുതെ വരുന്നവരെ ഭയപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആ ഭീമൻ പ്രതിമയെ ഒറ്റയടിക്ക് വേതാളം ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങോട്ട് മാറ്റി. തുടർന്ന് 5ാമത്തെ മുറിയിൽ പ്രവേശിച്ചു. അവിടെ അവരുടെ മുന്നിലേക്ക് ചാടാൻ തയ്യാറായി നിന്നൊരു കരിമ്പുലിയെ കണ്ടു. ഉടനെ വിക്രമാദിത്യൻ വാളെടുക്കാൻ തുനിഞ്ഞെങ്കിലും ഭട്ടി തടഞ്ഞു. കാരണം ആ പുലി അവിടെ നിശ്ചലമായി നിൽക്കുകയായിരുന്നു. അതിനെയും വേതാളം അങ്ങോട്ട് തകർത്തു. അതിനപ്പുറത്ത്
ആറാമത്തെ വാതിലിനപ്പുറം നിന്ന കൊമ്പനായ ആനയെയും വെറും പ്രതിമയായിരുന്നു ആനയും. ഒറ്റയടിക്ക് വേതാളം ആ ആനരൂപത്തെയും അങ്ങോട്ട് തവിട് പൊടിയാക്കി. ഏഴാമത്തെ വാതിൽ കടന്ന് മുന്നോട്ട് കാലെടുത്തു വച്ച വിക്രമാദിത്യനെ ഭട്ടി തടഞ്ഞു. കാരണം ആ വാതിലിനപ്പുറം വഴി തടഞ്ഞ് വലിയൊരു കിണർ ഭട്ടി കണ്ടിരുന്നു. വാതിൽപ്പടിയിൽ നിന്ന് ഭട്ടി കിണറിനുള്ളിലേക്ക് എത്തി നോക്കി. കനത്തിരുട്ടാണ്, ഒന്നും ദൃശ്യമല്ല. ഉടനെ ഭട്ടി കയ്യിൽ കരുതിയിരുന്ന ചെറിയൊരു ലോഹ കഷ്ണം കിണറിന്റെ ഉള്ളിലേക്കിട്ടു. ആഴം അളക്കാനാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ പെട്ടെന്നൊരു പലക പൊന്തി വന്നത് കണ്ടപ്പോ ഭട്ടി ഒന്ന് അമ്പരന്നു. ലോഹമിട്ടത് വിദ്യയായി എന്ന് വിക്രമാദിത്യൻ മെല്ലെ പറഞ്ഞു. ഭട്ടി ഒന്ന് ചിരിച്ചു. കിണറിനുള്ളിൽ ഘടിപ്പിച്ചിരുന്ന യന്ത്രത്തിനായിരുന്നു ലോഹക്കഷ്ണം ചെന്ന് വീണത്. അതോടെ യന്ത്രത്തിന്റെ പൽചക്രങ്ങൾ കറങ്ങുകയും ഒരു പാലം ഉയർന്നു വരികയുമാണ് ചെയ്തത്. ഉയർന്നു വന്ന പലകയിൽ ബലം പരിശോധിച്ച് വിക്രമാദിത്യൻ അപ്പുറം കടന്നു. പിന്നാലെ ഭട്ടി. അങ്ങനെ എട്ടാമത്തെ വാതിലിന് മുന്നിലെത്തിയപ്പോ ഭട്ടി പറഞ്ഞു, തോട്ടിലിറങ്ങി കയറിയാൽ കാലിൽ ചെളി പറ്റും. അത് തത്തക്കൂട്ടിലിരിക്കുന്ന ഒരു തുടം വെള്ളത്തിൽ കഴുകണം. അങ്ങ് തോട്ടിലിറങ്ങുക. ഞാൻ വേതാളത്തിന്റെ പുറത്ത് അക്കരെ എത്താം. തോട്ടിൽ അധികം വെള്ളം ഉണ്ടായിരുന്നില്ല. വിക്രമാദിത്യൻ തോട്ടിലിറങ്ങി അക്കരെ എത്തി. വിക്രമാദിത്യന്റെ കാലിൽ പറ്റിയ ചെളി ഭട്ടി തന്റെ ഉത്തരീയം കൊണ്ട് തുടച്ചു. പിന്നെ തത്തക്കൂടിലെ വെള്ളത്തിന്റെ പാതി കൊണ്ട് അങ്ങോട്ട് കഴുകി. കാൽപാദത്തിൽ അവിടെ ഇരുന്ന ഓലച്ചുരുളെടുത്ത് തുടച്ച് കൂടുതൽ മിനുസമാക്കുകയും ചെയ്തു. അങ്ങനെ ഒമ്പതാമത്തെ വാതിലായി. സ്ഫടിക മണ്ഡപത്തിലേക്ക് കാൽ കുത്തി നോക്കിയ ക്ഷണത്തിൽ തന്നെ വിക്രമാദിത്യൻ അപകടം മണത്തു. വിരലുറപ്പിക്കാനാവണില്ല, തെന്നിപ്പോവുകയാണ് എന്ന് പറഞ്ഞു. ഉടനെ ഭട്ടി പറഞ്ഞു, നിൽക്കൂ, നമുക്ക് വേതാളത്തെ കൊണ്ട് കുറച്ച് മെഴുക് വരുത്തിക്കാം. ഉടനെ വേതാളത്തിന് ആജ്ഞ കിട്ടി. ഒരു മിന്നൽ പോലെ വേതാളം അപ്രത്യക്ഷനായി. അടുത്ത നിമിഷം മെഴുകുമായി വന്നെത്തുകയും ചെയ്തു. മെഴുക് കാലിൽ ഒട്ടിച്ചു വച്ചുകൊണ്ട് വിക്രമാദിത്യനും ഭട്ടിയും മണ്ഡപത്തിലൂടെ അങ്ങോട്ട് നടന്നു. ഏറെ പണിപെട്ട് അവർ 10ാമത്തെ വാതിൽ എത്തി. അതിനപ്പുറം കൂരിരുട്ടാണ്. 1000 കാൽ മണ്ഡപത്തിൽ നിറയെ തൂണുകളുമുണ്ട്. എവിടെയൊക്കെയാണ് തൂണുകൾ ഉള്ളത് എന്നറിയാൻ വലിയ വിഷമാണ്. ഉടനെ നമ്മുടെ ഭട്ടി ഒരു വണ്ടിന്റെ രൂപമെടുത്തു. വണ്ട് മുൻപേ പറന്നു. തൂണുകൾ ഒഴിവാക്കി വണ്ടിന്റെ മൂളൽ ശ്രദ്ധിച്ച് വിക്രമാദിത്യൻ പിന്നാലെ നടന്നു. ഒരു തൂണിലും തലയിടിക്കാതെ അവർ അപ്പുറമെത്തി. അതിമനോഹരമായ ഒരു സൗധത്തിന്റെ താഴത്തെ നിലയിലാണ് അവർ എത്തിച്ചേർന്നത്. സൂര്യനെ പോലെ വെളിച്ചം പകരുന്ന വലിയ ഒരു ശരറാന്തൽ അവരവിടെ കണ്ടു. അതിനു ചുറ്റുമായി വേറെ 1000 റാന്തലുകളും വെളിച്ചം കൊണ്ട് അങ്ങോട്ട് വിതറി. വിലപിടിപ്പുള്ള രത്നങ്ങൾ വിരിച്ച തറയിൽ അല്പം ഉയർന്ന ഒരു പഞ്ചലോഹക്കട്ടിൽ കാണാനുണ്ടായിരുന്നു. ആ കട്ടിലിന് ചുറ്റുമായി 100 കണക്കിന് ദാസിമാർ അവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. വിക്രമാദിത്യനും ഭട്ടിയും ശബ്ദമുണ്ടാക്കാതെ ആ കട്ടിലിന് സമീപമെത്തി നിന്നു. ഇനി കട്ടിലിന്റെ തലയും ചുവടും കണ്ടെത്തണം. എന്തായാലും തലഭാഗത്ത് തലയിണ വച്ചു വേണം ശയിക്കാൻ. വേഗം ഭട്ടി ഒരു ചെറുനാരങ്ങ എടുത്ത് കട്ടിലിന്റെ നടുവിൽ വച്ചു. അത് ഒരു വശത്തേക്ക് ഉരുണ്ടു. ചെറുനാരങ്ങ ഉരുണ്ടു ചെന്ന് നിന്ന സ്ഥലം കാൽ വയ്ക്കാനുള്ളതാണെന്ന് വിക്രമാദിത്യൻ മനസ്സിലാക്കി. പിന്നെ താമസം ഉണ്ടായില്ല. ആ കട്ടിലിൽ വിക്രമാദിത്യൻ അങ്ങനെ നീണ്ട് നിവർന്ന് അങ്ങോട്ട് കിടക്കുകയും ചെയ്തു. അവിടെ കിടന്നുറങ്ങുന്ന ദാസിമാരുടെ തലമുടി ഭട്ടി അന്യോന്യം കൂട്ടിക്കെട്ടിയിട്ടു. അതിനുശേഷം ആദ്യത്തെ വരിയിൽ ആദ്യം കിടന്ന ദാസിക്ക് നല്ലൊരു നുള്ളു കൊടുത്തു. അയ്യോ എന്ന് നിലവിളിച്ച് ആ ദാസി ഞെട്ടി എഴുന്നേറ്റു. തൻ്റെ മുടി ആരോ പിടിച്ച് വലിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അപ്പോഴേക്കും അടുത്ത ദാസിപ്പെണ്ണും ഉണർന്നു. അവൾക്കും തൻ്റെ മുടി വലിയുന്നത് പോലെ തോന്നി. അതോടെ എല്ലാവരും അങ്ങോട്ട് ഉണർന്നു. കൂട്ടിക്കെട്ടിയ തലമുടിയുടെ ബന്ധം വിടിവിക്കാനുള്ള ശ്രമവും നിലവിളിയും ആകെ അങ്ങോട്ട് ബഹളായി. ഒടുവിൽ എല്ലാവരും മുടിയുടെ ബന്ധനം വിടിയിച്ച് നോക്കിയപ്പോ പഞ്ചലോഹക്കട്ടിലിൽ അവർ ഒരു സുന്ദര ഗാത്രത്തെ അങ്ങോട്ട് കണ്ടു. അതോടെ
ദാസികളെല്ലാവരും ഓട്ടായി. രാജ്ഞി രസരഞ്ജിനി വിവരമറിഞ്ഞു. അവർ നേരെ മകളുടെ മുന്നിലെത്തി. മകളെ, ആരോ നമ്മുടെ അന്തഃപുരത്തിൽ കടന്നു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അസംഭവ്യം! ഇത്രയൊക്കെ തടസ്സങ്ങളെ മറികടന്ന് ആരാണ് ഇവിടെ എത്തുക? പേശാമടന്ത സംശയഭാവത്തോടെ ചോദിച്ചു. പക്ഷേ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ഇനി എന്താണ് ചെയ്യുക എന്ന് രാജ്ഞി ചോദിച്ചു. എന്തായാലും അമ്മ വിഷമിക്കാതിരിക്കൂ. അയാൾ എത്ര വീരനും ആയിക്കോട്ടെ, ഇനിയുള്ള പരീക്ഷകൾ അയാൾ ജയിക്കാൻ പോണില്ല. പേശാമടന്ത തൻ്റെ പദ്ധതി അമ്മയോട് വിശദീകരിച്ചു. നമ്മുടെ സുന്ദരിയായ ദാസി ദീപനായികയെ വേഷം കെട്ടിച്ച് വിടാം. ഞാനാണെന്ന് ധരിച്ച് അയാൾ അവളെ വിവാഹം കഴിച്ചു കൊണ്ടുപോകും. അതാണ് നമ്മുടെ പുതിയ പദ്ധതി. പേശാമടന്ത ഒരു ചിരിയോടെ പറഞ്ഞു നിർത്തി. കാത്തിരുന്ന് മുഷിഞ്ഞ വിക്രമാദിത്യന്റെ മുന്നിലേക്ക് ഒരു സംഘം തോഴിമാരുടെ അകമ്പടിയോടെ ഒരു സുന്ദരി കത്തിച്ച വിളക്കുമായി നടന്നു വന്നു. തിരുനാളത്തിന്റെ വെളിച്ചത്തിൽ അവളുടെ മുഖം വിക്രമാദിത്യൻ വ്യക്തമായി കണ്ടു. ഇവളാണോ പേശാമടന്ത? വിക്രമാദിത്യൻ ഒന്ന് ചിന്തിച്ചു. പക്ഷേ ആ സുന്ദരിയുടെ മുഖത്ത് വല്ലാത്തൊരു തരം പിരിമുറുക്കം കാണാനുണ്ടായിരുന്നു. ഇവൾ തന്നെയാണോ പേശാമടന്ത എന്നറിയാൻ എന്താണ് ഒരു വഴി? വിക്രമാദിത്യൻ ഭട്ടിയോട് ചോദിച്ചു. ഉടനെ വേതാളത്തോട് പറഞ്ഞ് അവളുടെ കയ്യിലുള്ള വിളക്കിലെ തിരി താഴ്ത്താം. സ്വാഭാവികമായും അവൾ തിരി ചൂണ്ടുവിരൽ കൊണ്ട് നീട്ടും. എണ്ണ പറ്റിയ വിരൽ തുടയ്ക്കാൻ തൂവാല ആവശ്യപ്പെട്ടാൽ അവൾ രാജകുമാരി തന്നെ, സംശയിക്കണ്ട, ഭട്ടി പറഞ്ഞു. പറഞ്ഞതുപോലെ അവളുടെ കയ്യിലുള്ള വിളക്കിലെ തിരി നമ്മുടെ വേതാളം അദൃശ്യനായി ചെന്നങ്ങോട്ട് താഴ്ത്തി. ദീപനായിക പെട്ടെന്ന് തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് തിരി നീട്ടി. പിന്നീട് എണ്ണ പറ്റിയ വിരൽ തലയിൽ തുടയ്ക്കുകയും ചെയ്തു. അവൾ ദാസി തന്നെ എന്ന് വിക്രമാദിത്യന് ഉറപ്പായി. അരികിലെത്തിയ ദീപനായികയോട് വിക്രമാദിത്യൻ മെല്ലെ ചോദിച്ചു. പറയൂ സുന്ദരി, നിന്റെ യജമാനത്തി എവിടെയാണ്? അത് കേട്ടതോടെ ദീപനായികയുടെ മുഖം വിളറി. അവൾ വിളക്ക് താഴെ വച്ച് തിരിഞ്ഞൊരോട്ടം കൊടുത്തു. പദ്ധതി പൊളിഞ്ഞു പോയല്ലോ മോളെ എന്ന് രസരഞ്ജിനി പേശാമടന്തയോട് പറഞ്ഞു. ഇല്ലമ്മേ, നമുക്ക് മറ്റൊരാളെ അയക്കാം. നമ്മുടെ പാചകക്കാരി മഞ്ജീര അതിസുന്ദരിയാണല്ലോ. അവളെ പട്ടുസാരി ഉടിപ്പിച്ച് നിറയെ ആഭരണങ്ങൾ അണിയിച്ച് രാജകുമാരിയുടെ ഭാവത്തിൽ അങ്ങോട്ട് അയക്കാം. അയാൾ അവളെ കണ്ട് ഭ്രമിക്കുക തന്നെ ചെയ്യും എന്ന് പേശാമടന്ത പറഞ്ഞു. ഉടനെ ദശപുഷ്പങ്ങളുടെ താലവും താലത്തിൽ നെയ് നിറച്ച സ്വർണപാത്രവുമായി ഒരു അപ്സരാംഗി വരുന്നത് നമ്മുടെ വിക്രമാദിത്യൻ കണ്ടു. അവളുടെ പട്ടുസാരിയിലെ തങ്ക കസവിടകളും ഉടലിലെ ആഭരണങ്ങളും 1000 ശരറാന്തലിന്റെ വെളിച്ചത്തിൽ അങ്ങോട്ട് മിന്നിത്തിളങ്ങി. ഇവൾ പേശാമടന്തയാണോ എന്നറിയാൻ ഞാൻ ആ നെയ്പാത്രം താലത്തിൽ കമഴ്ത്താം. പേശാമടന്തയാണെങ്കിൽ ആ ക്ഷണം വേറെ താലവും നെയ്യും കൊണ്ടുവരാൻ ആവശ്യപ്പെടും എന്ന് വേതാളം പറഞ്ഞു. മന്ദം മന്ദം നടന്നു വന്ന മീരയുടെ കയ്യിൽ പിടിച്ചിരുന്ന താലം ഒന്നിളകി. നെയ്പാത്രം മറിഞ്ഞു. അവൾ പരിഭ്രമിച്ചു. താലത്തിൽ വീണ നെയ്യ് അവൾ വിരലുകൊണ്ട് തിരികെ പാത്രത്തിലേക്ക് കോരിയിടാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോഴേ വിക്രമാദിത്യന് കാര്യം മനസ്സിലായി. അദ്ദേഹം മെല്ലെ ചോദിച്ചു. അല്ലയോ തോഴി, നിന്റെ യജമാനത്തിക്ക് വരാൻ എന്താണിത്ര താമസം? ഞാനിവിടെ കാത്തിരുന്നു മുഷിഞ്ഞ വിവരം ഒന്ന് ഉണർത്തിക്കൂ എന്ന് പറഞ്ഞു. തൻ്റെ കള്ളി പൊളിഞ്ഞതറിഞ്ഞ് മീരയും വേഗം മടങ്ങിപ്പോയി. വാതിലുകൾ 10 കടന്നു വന്നിരിക്കുന്ന വിദ്വാൻ ചില്ലറക്കാരനല്ലെന്ന് പേശാമടന്തയ്ക്ക് മനസ്സിലായി. അവൾ ആലോചനയിലാണ്ടു. ഉടനെ അമ്മ രസരഞ്ജിനി പേശാമടന്തയെ ആശ്വസിപ്പിച്ചു. നീ വിഷമിക്കണ്ട മോളെ, പരീക്ഷണങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടില്ലല്ലോ. അയാൾ നിന്നെ കൊണ്ട് 3 പ്രാവശ്യം സംസാരിപ്പിക്കണം, എങ്കിലേ അയാൾ ജയിക്കൂ. നീ ഒരക്ഷരം പോലും മിണ്ടാതെ നോക്കിയാൽ അയാൾ വന്ന വഴി തിരികെ പോയിക്കൊള്ളും എന്ന് പറഞ്ഞു. ആ, അത് ശരിയാണ് എന്ന് പേശാമടന്തയും തീരുമാനിച്ചു. ഉടനെ ഒരു സംഘം തോഴിമാരെത്തി ആഗതന്റെ മുന്നിലൊരു തിരശീല വലിച്ചു കെട്ടി. അത് കണ്ട് വിക്രമാദിത്യൻ ചോദിച്ചു. ഇതെന്തിനാണ് ഒരു യവനിക? ഈ തിരശീലയ്ക്ക് അപ്പുറത്ത് രാജകുമാരി ഇരിക്കും. നേരിട്ട് കാണാൻ
ഇപ്പോ സാധ്യല്ല എന്ന് അതിലെ ഒരു തോഴി പറഞ്ഞു. രസരഞ്ജിനി പേശാമടന്തയോടൊപ്പം ആ തിരശീലയുടെ മറവിൽ വന്ന് ഇരിപ്പായി. കുറേയേറെ ബുദ്ധിമുട്ടിയാണ് അങ്ങ് ഇവിടെ എത്തിയതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നേരം വെളുക്കുന്നതിന് മുൻപ് പേശാമടന്തയെ കൊണ്ട് 3 വട്ടം സംസാരിപ്പിക്കണം. അങ്ങനെയൊരു നിബന്ധന കൂടിയുണ്ട് എന്ന് രസരഞ്ജിനി പറഞ്ഞു. അത് കേട്ടപ്പോ വിക്രമാദിത്യൻ മെല്ലെ പേശാമടന്തയോട് സംസാരിച്ചു തുടങ്ങി. അല്ലയോ രാജകുമാരി, എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചാണ് നിന്നെ കാണാൻ ഞാനിവിടെ എത്തിയത്. എന്നിട്ടും ഒന്ന് പുഞ്ചിരിക്കാതെ, ഒരു ഉപചാരവാക്ക് പോലും പറയാതെ നീ എന്നിൽ നിന്നും മറഞ്ഞിരിക്കുന്നുവല്ലോ. പക്ഷേ പേശാമടന്തയുടെ മറുപടി എത്തിയില്ല. അത്ര എളുപ്പം വഴങ്ങുന്ന കക്ഷിയല്ല നമ്മുടെ രാജകുമാരി എന്ന് വിക്രമാദിത്യന് മനസ്സിലായി. അദ്ദേഹം വേതാളത്തിനെ ആ തിരശീലയിലേക്ക് കയറ്റിവിട്ടു. തുടർന്ന് വിക്രമാദിത്യൻ ആ തിരശീലയെ നോക്കി ഇങ്ങനെ പറഞ്ഞു: അല്ലയോ തിരശീലെ, രാജകുമാരി ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ആരോടാണ് ഒന്ന് ഉരിയാടുക? നീയെങ്കിലും ഒന്ന് മിണ്ടു എന്ന് പറഞ്ഞു. പെട്ടെന്ന് തിരശീലയിൽ ആവാഹിക്കപ്പെട്ട വേതാളം മറുപടി പറഞ്ഞു: ഞാൻ ഒരു തിരശീലയാണ്, മനുഷ്യരോട് സംസാരിക്കാറില്ല. എങ്കിലും മഹാനായ അങ്ങ് ആവശ്യപ്പെട്ടതുകൊണ്ട് പറയാതിരിക്കാനും വയ്യ എന്ന് പറഞ്ഞു. ഉടനെ വിക്രമാദിത്യൻ പ്രോത്സാഹനം നൽകി: പറയൂ പ്രിയപ്പെട്ട തിരശീലെ, നീ എങ്ങനെ ഇവിടെ എത്തി? അതൊരു കഥയാണ്. പണ്ട് ഞാനൊരു വിത്തായിരുന്നു. ഇവിടെ നിന്ന് 100 യോജന വടക്ക് ഒരു ഗ്രാമത്തിലാണ് ഞാൻ ഉണ്ടായത്. അവിടെയുള്ള ശംഭു എന്ന കൃഷിക്കാരൻ എന്നെയും എൻ്റെ സഹോദരങ്ങളെയും ഒരു കൃഷിയിടത്തിൽ പാകി. കുറേ നാൾ ഞാൻ മണ്ണിനടിയിൽ കിടന്നു. മഴ പെയ്ത നനവ് കിട്ടിയപ്പോൾ എന്നിൽ മുള പൊട്ടി. ക്രമേണ ഞാൻ വളർന്ന് ഒരു പരുത്തിച്ചെടിയായി. ഞാൻ പൂത്തുലഞ്ഞു, എന്നിൽ കായ വിരിഞ്ഞു. ആ കായ പറിച്ച് പഞ്ഞിയെടുത്ത് ശംഭു കുറെ സ്ത്രീകൾക്ക് കൊടുത്തു. ആ സ്ത്രീകൾ പഞ്ഞിനൂലാക്കി മാറ്റി. ഒരു സംഘം നെയ്ത്തുകാർ ആ നൂല് വാങ്ങി തുണി നെയ്തു. മറ്റു ചിലർ എനിക്ക് നിറം തന്നു. അത് കഴിഞ്ഞപ്പോൾ നഗരത്തിലെ ഒരു വ്യാപാരി വന്ന് എന്നെ വാങ്ങി അയാളുടെ കടയിൽ പ്രദർശിപ്പിച്ചു. പേശാമടന്തയുടെ ചില സഖിമാരാണ് എന്നെ വിലയ്ക്ക് വാങ്ങി ഇവിടെ എത്തിച്ചത്. പിന്നീട് ഒരു തയ്യൽക്കാരൻ എന്നെ പലതായി കീറി മുറിക്കുകയും വീണ്ടും തുന്നിപ്പിടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ എത്ര പീഡനങ്ങൾ സഹിച്ചാണ് ഞാൻ ഈ അന്തഃപുരത്തിൽ എത്തിയതെന്നോ. ഇപ്പോഴിതാ എന്നെ ഭൂമിയിലും മാനത്തുമല്ലാത്ത വിധം വലിച്ചു കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു. എനിക്ക് വയ്യ. ഈ അവസ്ഥയിൽ കൂടുതലായി സംസാരിക്കാൻ പോലും ഞാൻ അശക്തനാണ്. തിരശീല ഈ വിധം സംസാരിച്ചത് കേട്ട് പേശാമടന്ത അത്ഭുതവും പരിഭ്രമവും പ്രകടിപ്പിച്ചു. വേഗം ആ തിരശീലയുടെ ബന്ധനം അറത്തുമാറ്റി അതിനെ സ്വതന്ത്രയാക്കാൻ അവൾ ആജ്ഞാപിച്ചു. ബന്ധന വിമുക്തയായ തിരശീല വിസ്തരിച്ച് കഥ പറയാൻ തുടങ്ങി. കുന്തളദേശത്തെ കുന്തളേശ രാജാവിന് വിശ്വസ്തനായൊരു മന്ത്രി ഉണ്ടായിരുന്നു. ഈ മന്ത്രിയുടെ മകൻ വിശ്വവസുവും രാജകുമാരനായ കൃശാനുവും ചെറുപ്പം മുതലേ കളിക്കൂട്ടുകാരായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസവും കളരി അഭ്യാസവും അവർ ഒരുമിച്ച് നടത്തി. മന്ത്രികുമാരനായ വിശ്വവസു രാജകുമാരനോടൊപ്പം ഏതു നേരവും ഉണ്ടാവും. രാജകുമാരന് വിശ്വവസു എന്നാൽ ജീവനായിരുന്നു. ഒരു ദിവസം ചങ്ങാതിമാർ ഇരുവരും കുതിരപ്പുറത്ത് നായാട്ടിന് പോയി. മൃഗങ്ങളെ വേട്ടയാടുന്നതിനേക്കാൾ വനഭംഗി ആസ്വദിക്കുന്നതായിരുന്നു അവർ കൂടുതൽ സമയം ചെലവഴിച്ചത്. പർവ്വതങ്ങളും സമതല പ്രദേശങ്ങളും പലതും പിന്നിട്ട് അവർ ഒരു ഘോര വനത്തിലെത്തി. നടന്നു ക്ഷീണിച്ചതിനാൽ അല്പം വിശ്രമിക്കുന്നതിനായി അവർ ഇടം തിരഞ്ഞു നടന്നു. അങ്ങനെ അവർ വനാതിർത്തിയിൽ എത്തി. അവിടെ ഒരു ക്ഷേത്രവും അതിന് സമീപത്തായി ഒരു ആൽമരവും അവർ കണ്ടു. കുതിരകളെ മേയാൻ വിട്ട് അവർ അവിടെ തങ്ങി. രാജകുമാരൻ ആ ആൽമരത്തിന് ചുവട്ടിൽ നീണ്ടു നിവർന്ന് കിടന്നു മയക്കുവായി. ആ സമയത്ത് അടുത്തുള്ള സ്ഥലങ്ങൾ കാണാനാണ് മന്ത്രികുമാരൻ വിനിയോഗിച്ചത്. ആൽമരത്തിന് വടക്ക് ഭാഗത്തേക്ക് നടന്നു നോക്കിയപ്പോൾ അവിടെ ചെറിയൊരു തറയും അതിൽ അതിമനോഹരമായ ഒരു കന്യാശില്പവും അയാൾ കണ്ടു. കയ്യിൽ ഒരു പനിനീർപ്പൂവുമായി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു യുവതിയുടെ കരിങ്കൽ ശില്പമായിരുന്നു അത്. ആരും ഒന്ന് നോക്കി നിന്നു പോകുന്ന തരത്തിൽ കടഞ്ഞെടുത്ത ആ
തരുണീ ശില്പത്തെ രാജകുമാരൻ കണ്ടുപോയാൽ സംഗതി കുഴപ്പമാകുമെന്ന് വിശ്വവസുവിന് തോന്നി. കാരണം രാജകുമാരൻ കൃശാനു ആളൊരു വികാരജീവി കൂടിയാണ്. ചെറിയൊരു പ്രലോഭനം മതി ആ മനസ്സിളകാൻ. എന്തായാലും ആ പ്രതിമ അവിടെ നിന്ന് മാറ്റിയാലോ എന്ന് വിശ്വവസു ഒരു നിമിഷം ചിന്തിച്ചു. പക്ഷേ കരിങ്കൽ പ്രതിമ എടുത്തു മാറ്റുക അസാധ്യമായിരുന്നു. അപ്പോഴേക്കും രാജകുമാരൻ ഉണർന്ന് വിശ്വവസുവിനെ വിളിച്ചു തുടങ്ങി. വേഗം തന്നെ അയാൾ മടങ്ങി കുമാരന് സമീപമെത്തി. വിശ്വവസു, നിങ്ങൾ എവിടെ പോയിരുന്നു എന്ന് കൃശാനു ചോദിച്ചു. താൻ വെറുതെ ഒന്ന് ചുറ്റി നടക്കുകയായിരുന്നു എന്ന് മന്ത്രികുമാരൻ പറഞ്ഞു. അപ്പോ തനിക്കും അങ്ങനെ ചെയ്യണമെന്നായി രാജകുമാരൻ. നിരുത്സാഹപ്പെടുത്താൻ നോക്കിയെങ്കിലും അപ്പോഴേക്കും അയാൾ വടക്ക് ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങിയിരുന്നു. മന്ത്രികുമാരൻ മെല്ലെ ആഴ്ചവട്ടിൽ ഇത്തിരി നേരം കണ്ണടച്ച് കിടന്നു. പോയ രാജകുമാരൻ മടങ്ങി വന്നത് കാണായികയാൽ വേഗം എഴുന്നേറ്റ് അയാൾ പോയ വഴിയെ വച്ചു പിടിച്ചു. പക്ഷേ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ആ ശിലാപ്രതിമയുടെ മുന്നിൽ കാതരമാനസനായി നിൽക്കുകയാണ് നമ്മുടെ രാജകുമാരൻ. ആ പൂവ് തരാമോ എന്ന് ചോദിക്കുന്നതുമുണ്ട്. മന്ത്രികുമാരൻ പല വട്ടം വിളിച്ചിട്ടും രാജകുമാരൻ അനങ്ങിയില്ല. തനിക്ക് ആ യുവതിയെ വിവാഹം കഴിക്കണം എന്ന പിടിവാശിയിലായിരുന്നു അദ്ദേഹം. ഏതോ ഒരു പെണ്ണിൻ്റെ പ്രതിമയാണ്. ചിലപ്പോൾ ദേവകന്യകമാരുടെ ആരെങ്കിലും ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും രാജകുമാരിയുടേതും ആകാം. പക്ഷേ എങ്ങനെ തിരിച്ചറിയാൻ? ആരോട് ചോദിക്കാൻ? ആ സമയത്ത് അവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് മണിയൊച്ച മുഴങ്ങി. മന്ത്രികുമാരൻ വേഗം അവിടെ എത്തി. അവിടെ ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ നട തുറക്കാനെത്തിയതായിരുന്നു. മന്ത്രികുമാരൻ ക്ഷേത്രത്തിന് വലം വച്ച് വന്ദിച്ച് ആ ശാന്തിക്കാരനോട് വിവരങ്ങൾ തിരക്കി. കുറേ നാളുകൾക്ക് മുൻപ് ഉത്തമൻ എന്നു പേരുള്ള ഒരു ശില്പി ചോളനാട്ടിൽ നിന്ന് ഇവിടെ വന്നിരുന്നു. അയാളാണ് ആ ശില്പം അവിടെ മെനഞ്ഞത്. അയാളെ കണ്ടാൽ ചിലപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞേക്കും എന്ന് ആ ശാന്തിക്കാരൻ പറഞ്ഞു. ചോളദേശത്തേക്ക് മന്ത്രികുമാരൻ പോകാൻ തന്നെ ഉറച്ചു. തൻ്റെ കഴുത്തിൽ കിടന്ന വജ്രമാല ഊരി ശാന്തിക്കാരന് സമ്മാനമായി നൽകിയിട്ട് വിശ്വവസു പറഞ്ഞു, ഞാനൊരു യാത്ര പോകുകയാണ്. മടങ്ങി വരാൻ 6 മാസമെങ്കിലും എടുക്കും. അതുവരെ എൻ്റെ ചങ്ങാതിയുടെ രക്ഷ അങ്ങയുടെ കയ്യിലാണ്. അദ്ദേഹത്തെ വേണ്ട തരത്തിൽ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ശാന്തിക്കാരൻ തല കുലുക്കി. ആ ക്ഷേത്രത്തിന് സമീപം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇല്ലവും. കൃശാനുവിനെ തന്നോടൊപ്പം ഇല്ലത്ത് താമസിപ്പിച്ചു കൊള്ളാമെന്നും ഒരു കുറവും വരാതെ നോക്കിക്കൊള്ളാമെന്നും ശാന്തിക്കാരൻ ഉറപ്പ് കൊടുത്തപ്പോൾ വിശ്വവസു തൻ്റെ കുതിരപ്പുറത്ത് ചോളദേശത്തേക്ക് പാഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കകം വിശ്വവസു ചോളദേശത്ത് എത്തി. ഉത്തമൻ എന്ന ശില്പി പ്രസിദ്ധനായിരുന്നതിനാൽ അയാളെ തേടി അധികം അലയേണ്ടി വന്നില്ല. ക്ഷേത്രത്തിന് സമീപം ശില്പം കൊത്തിവച്ചത് താനാണെന്ന് ഉത്തമൻ പറഞ്ഞു. പക്ഷേ ആ ശില്പം ആരുടേത് എന്ന് തനിക്കറിയില്ല എന്ന് പറഞ്ഞു. എന്ത്? നിങ്ങൾ കൊത്തിവച്ചത് ആരുടെ രൂപമാണെന്ന് അറിയില്ലെന്ന് എന്ന് മന്ത്രികുമാരൻ ചോദിച്ചു. അതെ, അതാണ് സത്യം. എനിക്കൊരു നഖം കിട്ടി. ആ നഖത്തിൻ്റെ ഉടമസ്ഥ എങ്ങനെയുണ്ടാകും എന്ന് ഞാൻ ഭാവന ചെയ്തു. അങ്ങനെയാണ് ഈ പ്രതിമ ജനിച്ചത് എന്ന് ഉത്തമൻ പറഞ്ഞു. നഖം കിട്ടിയെന്നോ? എങ്ങനെ എന്ന് മന്ത്രികുമാരൻ ചോദിച്ചു. അതെ, ഒരു യാത്രക്കിടയിൽ ആനന്ദസ്വാമി എന്ന രത്നവ്യാപാരിയുടെ പക്കൽ നിന്ന് വാങ്ങിയതാണ്. പത്മരാഗമാണെന്ന് വിചാരിച്ച് 500 പണം കൊടുത്താണ് ഞാനത് വാങ്ങിയത്. പിറ്റേന്ന് പകൽ വെളിച്ചത്തിൽ നോക്കിയപ്പോൾ അതൊരു നഖമാണെന്ന് കണ്ടു. ആരുടെയോ ചെറുവിരലിൽ നിന്ന് ഒടിഞ്ഞു വീണ നഖം. ഒരു സ്ത്രീയുടെ നഖമാണെന്ന് മനസ്സിലായി. അതിനാണല്ലോ ഞാൻ 500 പണം നൽകിയത് എന്നോർത്തപ്പോൾ വിഷമം തോന്നിയെങ്കിലും അത്ര സുന്ദരമായ നഖമുള്ള ലാവണ്യവതി ആരാകുമെന്ന് ഞാൻ സങ്കല്പിച്ചു നോക്കുകയും ചെയ്തു. അതാണ് പ്രതിമയായി പണിതു വച്ചത്. ഉത്തമന്റെ മറുപടി കേട്ട് മന്ത്രികുമാരൻ ഒരു നിമിഷം ആലോചിച്ചു നിന്നു. അതിനുശേഷം ആനന്ദസ്വാമി എന്ന രത്നവ്യാപാരിയുടെ വിലാസവും വാങ്ങി അയാൾ അയൽനാട്ടിലേക്ക് യാത്രയായി.
അന്ന് വൈകുന്നേരം അയാൾ നാട്ടിലെത്തി. ആനന്ദസ്വാമിയെ കണ്ടുപിടിച്ചു. പലതരത്തിലുള്ള രത്നക്കല്ലുകളും ആഭരണങ്ങളും നിരത്തി വച്ച ഒരു തടിയലമാരയ്ക്ക് മുന്നിലിരുന്ന് ഏതോ കല്ല് ഉരച്ച് നോക്കുകയായിരുന്നു അയാൾ. മന്ത്രികുമാരൻ നേരെ കാര്യത്തിലേക്ക് കടന്നു. ഒരു നഖം രത്നമാണെന്ന് പറഞ്ഞ് നൽകി ഒരു പാവം ശില്പിയെ കബളിപ്പിച്ചതിന് തന്നെ ചോദ്യം ചെയ്യാൻ വന്ന ന്യായാധിപനാണെന്നാണ് വ്യാപാരി വിചാരിച്ചത്. അതോടെ അയാൾ പരിഭ്രമിച്ചു. ഞാനത് സുന്ദരവനത്തിലെ ഒരു വേടന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. അയാൾ എനിക്ക് അമൂല്യമായ പത്മരാഗക്കീറ് എന്ന് പറഞ്ഞാണ് നൽകിയത്. സന്ധ്യ കഴിഞ്ഞ സമയത്ത് വനത്തിനുള്ളിൽ വച്ചാണ് ഞാനത് വാങ്ങിച്ചത്. തിളക്കം കണ്ടപ്പോൾ നല്ല രത്നം തന്നെ എന്ന് വിചാരിച്ചു. ഒരു ചാക്ക് ഗോതമ്പും കുറെ പാത്രങ്ങളും ഞാൻ അയാൾക്ക് കൊടുത്തു. പിന്നീട് വീട്ടിലെത്തി സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അതൊരു നഖമാണെന്ന് മനസ്സിലായത്. അത് ഞാനൊരു ശില്പിക്ക് വിറ്റു. എൻ്റെ നഷ്ടപ്പെട്ട പണം മുതലാക്കി. എന്നെ പറ്റിച്ചത് ആ വേടനാണ്. അവൻ്റെ പേര് മർക്കടൻ എന്നാണെന്ന് മാത്രമേ എനിക്കറിയൂ എന്ന് പറഞ്ഞു. വേടനെ കണ്ടാൽ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ ചോദിച്ചറിഞ്ഞ വിശ്വവസു കുതിരപ്പുറത്ത് നേരെ സുന്ദരവനത്തിലേക്ക് തിരിച്ചു. സുന്ദരവനത്തിലെത്തി. വേടന്മാർ താമസിക്കുന്ന ഇടങ്ങളിലെല്ലാം പോയി. വിശ്വവസു മർക്കടനെ തിരഞ്ഞു നോക്കി. അയാൾ അമ്പും വില്ലുമായി കാട്ടിലേക്ക് പോയിരിക്കുകയാണെന്നും പക്ഷികളെ പിടിക്കുകയാണ് അവൻ്റെ പ്രധാന ജോലിയെന്നും അറിഞ്ഞു. മന്ത്രികുമാരൻ പക്ഷികൾ കൂട്ടമായി ചേക്കേറുന്ന ഇടം നോക്കി നടന്നു. അങ്ങനെ സഞ്ചരിച്ച വേളയിൽ കുഹൂജൻ മലയുടെ അടിവാരത്തിൽ വച്ച് അവനെ കണ്ടെത്തി. രത്നവ്യാപാരി പറഞ്ഞ അടയാളങ്ങളെല്ലാം കൃത്യമായി ഇണങ്ങുന്നത് കണ്ട് മന്ത്രികുമാരൻ അവനെ ചോദ്യം ചെയ്യുകയും അത് താൻ തേടി വന്ന മർക്കടൻ തന്നെയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. നഗരത്തിൽ നിന്ന് വന്ന രത്നവ്യാപാരി ആനന്ദസ്വാമിയെ നിങ്ങൾ കബളിപ്പിച്ചു. ഒരു നൽകം നൽകി അതൊരു രത്നമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ധാന്യങ്ങൾ സ്വന്തമാക്കി. ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടോ? പാവം മർക്കടൻ നിന്ന് വിറച്ചു. പൊന്നു തമ്പുരാനെ, അടിയൻ ഇന്നുവരെ രത്നം കണ്ടിട്ടില്ല. അതേക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. അരശുവനത്തിൽ വെച്ചാണ് എനിക്കത് കിട്ടിയത്. സൂര്യപ്രകാശത്തിൽ അത് തിളങ്ങുന്നുണ്ടായിരുന്നു. രത്നം തന്നെ എന്ന് ഞാൻ കരുതി. ഞാനത് രത്നവ്യാപാരിക്ക് കൊടുത്തു. വ്യാപാരി പോലും അത് രത്നമെന്ന് ധരിച്ചില്ലേ? അപ്പോ വനത്തിൽ കഴിയുന്ന എൻ്റെ കാര്യം പറയാനുണ്ടോ? അയാൾ പറയുന്നത് സത്യമെന്ന് മന്ത്രികുമാരന് തോന്നി. എവിടെ നിന്നാണ് അത് കിട്ടിയതെന്ന് മാത്രം എനിക്കൊന്ന് പറഞ്ഞു തരാമോ? മന്ത്രികുമാരൻ ചോദിച്ചു. മർക്കടൻ മന്ത്രികുമാരന് അരശുവനത്തിലേക്കുള്ള മാർഗം പറഞ്ഞു കൊടുത്തു. അവിടെയുള്ള ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലെത്തി മന്ത്രികുമാരൻ കുറേ നേരം ഇരുന്നു. ഇനി എന്തു വേണം? അന്വേഷണം വഴിമുട്ടിയിരിക്കുന്നു. എന്തായാലും സായാഹ്നായി. വൃക്ഷക്കൊമ്പുകളിലേക്ക് കൂട്ടം കൂട്ടമായി കിളികൾ പറന്നെത്തി തുടങ്ങി. കാട്ടിൽ മെല്ലെ ഇരുട്ടു പരക്കാൻ തുടങ്ങി. ആ സമയത്ത്, അമ്മേ, ആരാണ് ഈ മരത്തിന് ചുവട്ടിൽ താടിക്ക് കൈ കൊടുത്തിരിക്കണത് എന്ന് ഒരു കുഞ്ഞു കിളി അതിൻ്റെ അമ്മയോട് ചോദിച്ചു. ആവോ, ഏതോ ദൗർഭാഗ്യവൻ എന്ന് കുട്ടിക്കൊള്ളൂ. രാത്രി ചെന്നായിക്കൂട്ടം ഇറങ്ങിയാൽ പിന്നെ ഇയാളുടെ കഥ കഴിഞ്ഞത് തന്നെ. ഇവിടെ ഇരിക്കുന്നത് അപകടമാണെന്നും ക്രൂരമൃഗങ്ങൾ രാത്രി പുറത്തിറങ്ങുമെന്നും അയാളോട് പറഞ്ഞു കൊടുക്കൂ അമ്മേ എന്ന് കുഞ്ഞിക്കിളി പറഞ്ഞു. നമ്മൾ പക്ഷികളല്ലേ, നമ്മുടെ ഭാഷ അയാൾക്ക് മനസ്സിലാവില്ല. പിന്നെ എങ്ങനെ പറയാൻ? അമ്മ കിളി പറഞ്ഞു. ഇതെല്ലാം കേട്ട് ചുവട്ടിലിരുന്ന മന്ത്രികുമാരൻ എഴുന്നേറ്റ് നിന്ന് ആ പക്ഷിയോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഭാഷ അറിയാം. ചെറിയൊരു സഹായം തേടിയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. പറയൂ, ഈ പരിസരത്ത് നിന്ന് ഒരു വേടന് അതിസുന്ദരമായൊരു നഖം കിട്ടി. നിങ്ങളിൽ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നിട്ടതാകും അത്. എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് അങ്ങനെ ഒരു വസ്തു കിട്ടിയിട്ടില്ല. ഞാൻ മറ്റു കിളികളോട് അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മക്കിളി അവരുടെ കൂട്ടത്തിലെ
നേതാവിനെ കണ്ട് ഇക്കാര്യം ചോദിച്ചു. തലവൻ കിളി മറ്റെല്ലാ കിളികളോടും അന്വേഷിച്ചു. ഒടുവിൽ ഒരു കിളി തെല്ല സങ്കോചത്തോടെ പറഞ്ഞു, എന്തായിരിക്കും ആ കിളി പറഞ്ഞിട്ടുണ്ടാവുക? എന്തായാലും അഞ്ചാമത്തെ സാലഭഞ്ജിക ഭോജരാജനോട് പറഞ്ഞ ഈ കഥ രണ്ടാം ഭാഗത്തിലും തീരില്ല. ഇതിൻ്റെ മൂന്നാം ഭാഗം ഉടൻ തന്നെ, അടുത്ത ദിവസം തന്നെ എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ കഥകളെ സ്നേഹിക്കുന്ന വിക്രമാദിത്യ മഹാരാജാവിനെയും ഭട്ടിയെയും വേതാളത്തെയും സ്നേഹിക്കുന്ന എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.